الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഖുർആൻ 3 സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. 3 സ്ഥലത്ത് സമാനമായ ചോദ്യം. ഒരു സ്ഥലത്ത് അല്ലാഹ് ചോദിക്കുന്നത് എന്താ അറിയോ? അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ ദീൻ അനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടായ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്കും വരാതെ നിങ്ങൾ വെറുതെ അങ്ങ് സുഖത്തോടെ സ്വർഗ്ഗത്തിൽ കയറാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ഖുർആനിലെ ചോദ്യമാണ്. നമ്മളിങ്ങനെ ഓതുമ്പോൾ നമ്മൾ അതങ്ങനെ കടന്നു പോകും. എന്തേ ഓതിയെന്ന് നമുക്കറിയില്ല. ഇതാരോടാ ചോദിക്കണം നോക്കണം കേട്ടോ. ഇത് ഇറങ്ങിയൊരു സന്ദർഭമുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് ഓർത്ത ഒറ്റക്കിരുന്ന് നമ്മൾ പൊട്ടിക്കരയും. ഈ ആയത്ത് ആര് സങ്കടം എന്ന് പറഞ്ഞപ്പോഴേ ആയത്ത് ഇറക്കണം നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകളിൽ നിന്ന് ശാരീരികമായി എമ്പാടും പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇരുമ്പ് പൊള്ളിച്ചിട്ട് ശരീരത്തിലൊക്കെ പൊള്ളിച്ച മുറിവുകളുണ്ട്. വെള്ളത്തിൽ തലമുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചവരുണ്ട്. മണൽ പരപ്പിൽ മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചത്ത് കല്ല് വെച്ചുകൊണ്ട് അതിൽ ആഞ്ഞ് തല്ലി അതുപോലെ തന്നെ ആക്രമിച്ച് മർദ്ദിച്ച് ഒരുപാട് 10ഉം 100ഉമൊക്കെ ശരീരത്തിൽ മുറിവുകളായിട്ട് പ്രയാസപ്പെട്ടുന്ന ഒരു സഹാബിമാര് നബി തങ്ങളോട് പോയിട്ട് ചോദിക്കാൻ, നബിയെ നിങ്ങൾ കാണില്ലേ? ഇത് അള്ളാന്റെ റസൂലിനോട് ചോദിക്കണേ, നബി നിങ്ങൾ കാണില്ലേ? കണ്ടില്ലെങ്കിൽ ഈ ശരീരം മുഴുവൻ ഇത് അവർ ചെയ്തതാ നബിയെ? നിങ്ങൾ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ ഞാൻ വിശ്വസിച്ചു എന്നുള്ളതിന്റെ പേരിൽ എന്നെ ചെയ്തതാ. നബിയെ എപ്പോഴാ നീ അള്ളാന്റെ സഹായം നമുക്ക് ഉണ്ടാവുക? ഇത് ചോദിച്ചപ്പോഴാ ജിബ്രീൽ ആയത്ത് കൊണ്ടുവരുന്നത്. ആൾക്കാരോടാ ചോദിക്കണത്. സുഖമായി ഫ്ലാറ്റിൽ AC-ക്കുള്ളിൽ പൂടി പൊതച്ചുറങ്ങുന്ന എന്നോടും നിങ്ങളോടും അല്ല. അള്ളാന്റെ ദീനിന് വേണ്ടി ഒരു കൂക്കുവിളി പോലും, ഒരാളൊന്ന് മുഖം കറുപ്പിച്ചാൽ പോലും അതിനെ സഹിക്കാനുള്ള കഴിവില്ലാതെ ഞാൻ ആരോടും ഒന്നും പറയല്ല. ഓരോരുത്തർ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ വഴി, അവർക്ക് അവരുടെ വഴിയെന്നും പറഞ്ഞിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന എന്നോടും നിങ്ങളോടും ആണ് ആയത്തെങ്കിൽ നമുക്ക് ഇത്തിരി സമാധാനിക്കായിരുന്നു. ഈ ചോദ്യം ചോദിച്ചത് മുറിവുകളുമായിട്ട് മുസ്തഫയുടെ മുമ്പിൽ കരഞ്ഞു വന്ന സഹാബിമാരോടാണ്. എന്താ ചോദ്യം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ കയറാമെന്ന്? നിങ്ങളെ മുൻഗാമികൾ ആരാ മുൻഗാമികൾ? മഹാന്മാരായ പ്രവാചകന്മാർ ഈർച്ചവാളുകൊണ്ട് മൂർദാവിൽ വെച്ച് ഈർന്ന് മുറിക്കപ്പെട്ട് 2 പൊളിയാക്കി തള്ള നബിമാരുണ്ട്. പല കഷ്ടപ്പാട്. തീയിലേക്ക് ജീവനോടെ കണ്ടിട്ടിട്ട് കത്തിച്ചു. അതാണ് വസ്സമായി ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസ് ഹമീദ്. സൂറത്ത് ബുറൂജ് ഇങ്ങനെ ഓതുന്നുണ്ടല്ലോ നമ്മള്. അതിലെന്താ കഥ പറയണേ? എന്താ ഈ അസ്ഹാബുൽ ഉഖ്ദൂദ്? ജീവനോടെ കിടങ്ങിൽ തീയിട്ടിട്ട് അതിൽക്കാണ് പിടിച്ച് ചുട്ടുകൊന്നു. ആരെയും? വിശ്വാസികളെ. അല്ലാഹ് പറയാണ് വമാ നഖമൂ മിൻഹും, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ പറ്റിയുള്ള ചാർജ് ഷീറ്റ് എന്താണ്? ഇല്ലാ അയ്യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നവർ തെറ്റേ അവരെ കുറിച്ച് അവർക്ക് പറയാനുള്ളൂ. അതിൻ്റെ പേരിലാണ് ആ ചുട്ടുകൊന്നത്. നമ്മളോ? അവരൊക്കെ പോയി സ്വർഗത്തിലേക്ക് പോകാനാ നമ്മളൊക്കെ കുപ്പായം മാറ്റി നടക്കണം കേട്ടോ. നല്ലോണം ആലോചിച്ചോളൂ. ഞാൻ ആലോചിക്കാൻ എന്നോടാ പറയണേ. ഞാൻ അവരൊക്കെ പോയി സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ കുപ്പായം മാറ്റിയിരിക്കണത്. അങ്ങനെ കഷ്ടപ്പെട്ടതാണ് മുൻഗാമികൾ. ഈ സഹാബിമാരോടാ പറയണത്. ഈ സഹാബിമാര് ശരീരത്തിൽ മുറിവും കൊണ്ട് എന്നപ്പോ പറയണേ, നിങ്ങൾ മുൻഗാമികൾക്ക് വരാത്തതുപോലെ നിങ്ങൾക്കൊന്നും കഷ്ടപ്പാട് വരാതെ വെറുതെ സ്വർഗത്തിൽ കയറാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേറൊരു ചോദ്യം കേട്ടോളൂ നിങ്ങൾ. സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കം തന്നെ അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ
أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم أحسب الناس ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയ്യഹസിബന്നാസു അയ്യുത്രകു വെറുതെ ഉപേക്ഷിക്കപ്പെടുന്നു അയ്യഖൂലു ആമന്ന ഞങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തൊള്ളേണ്ടാണ് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് വഹും ലാ യുഫ്തനൂൻ പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹ് പറയണം അവരുടെ മുൻപുള്ളവരെ നമ്മൾ നന്നായി കടുത്ത പരീക്ഷണത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാട്ടെ.